ഹായ്, നമസ്കാരം. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 6. കടുവാ സ്വാമികൾ. ഞാൻ കടുവാ സ്വാമികളുടെ വിലാസം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് നാളെ അദ്ദേഹത്തെ പോയി കാണാം. എൻ്റെ ഹൈസ്കൂൾ മിത്രമായ ചണ്ഡിയിൽ നിന്നാണ് സ്വാഗതാർഹമായ ഈ ആശയം ലഭിച്ചത്. സന്യാസ ജീവിതം ആരംഭിക്കുന്നതിനു മുമ്പ് വെറും കൈകൾ കൊണ്ട് കടുവകളെ പിടിക്കുകയും അടിച്ചു കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആ പുണ്യാത്മാവിനെ കാണാൻ എനിക്കും കൗതുകം കുറച്ചൊന്നുമല്ലായിരുന്നു. ഇത്തരം അസാധാരണമായ അത്ഭുത കൃത്യങ്ങളിൽ ബാലസഹജമായ കമ്പം എന്നിൽ ശക്തമായി ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർന്നത് ശിശിരത്തിന്റെ കുളിരോടെയായിരുന്നെങ്കിലും ചണ്ഡിയും ഞാനും ആഹ്ലാദത്തോടെ ഇറങ്ങിത്തിരിച്ചു. കൽക്കത്തയ്ക്ക് പുറത്ത് ഭവാനിപുരത്ത് പലയിടത്തും പ്രയോജനമില്ലാതെ അന്വേഷിച്ചു നടന്ന ശേഷം ശരിയായ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. കതകിൽ ഉറപ്പിച്ചിരുന്ന 2 ഇരുമ്പു വളയങ്ങൾ ഞാൻ ചെവി തുളയ്ക്കും വണ്ണം മുഴക്കി. ഈ ഒച്ച കേട്ടിട്ട് എത്രയും സാവധാനമാണ് ഒരു ജോലിക്കാരൻ അടുത്തു വന്നത്. ബഹളക്കാരായ സന്ദർശകർക്ക് ഒരു തപോധനന്റെ വീടിന്റെ പ്രശാന്തി വഞ്ചിക്കുവാൻ കഴിയുകയില്ല എന്നാണ് അയാളുടെ പരിഹാസപൂർവമായ ചിരി സൂചിപ്പിച്ചത്. നിശബ്ദമായ ആ ശകാരം ഏറ്റുവാങ്ങിയ ഞങ്ങളെ സ്വീകരണമുറിയിലേക്ക് ആനയിച്ചതിൽ ഞാനും സ്നേഹിതനും സന്തുഷ്ടരായിരുന്നു. അവിടെ ദീർഘനേരം കാത്തിരുന്നപ്പോൾ സംശയാശങ്കകൾ ഞങ്ങളിൽ തലപൊക്കി. സത്യാന്വേഷികൾക്കുള്ള ഭാരതത്തിന്റെ അലിഖിത നിയമം ക്ഷമയാണ്. നേരിൽ കാണാനുള്ള ഒരുവന്റെ ആകാംക്ഷ ഒരു ആചാര്യൻ മനഃപൂർവ്വം പരീക്ഷിക്കാം. ഈ മനഃശാസ്ത്രപരമായ അടവ് ബിഷഗ്വരന്മാരും ദന്തവൈദ്യന്മാരും പാശ്ചാത്യ രാജ്യങ്ങളിൽ വേണ്ടുവോളം പ്രയോഗിക്കുന്നു. ഒടുവിൽ വേലക്കാരൻ വന്നു വിളിച്ചു. ചണ്ഡിയും ഞാനും ഒരു ശയനമുറിയിലേക്ക് പ്രവേശിച്ചു. വിഖ്യാതനായ സോഹം സ്വാമി തന്റെ കിടക്കയിൽ ഉപവിഷ്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭീമാകാരമായ ശരീരം ഞങ്ങളിൽ ആശ്ചര്യം ജനിപ്പിച്ചു. തുറിച്ച കണ്ണുകളോടെ ഞങ്ങൾ നിശബ്ദരായി നിന്നു. ഇതിനു മുമ്പ് ഇത്ര വിരിഞ്ഞ ഒരു മാറിടമോ ഫുട്ബോൾ പോലുള്ള ഭുജദശയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിവിശാലമായ കഴുത്തിൽ ഭീഷണമെങ്കിലും ശാന്തമായ മുഖം, ഒഴുകി ഇറങ്ങിയ മുടിച്ചുരുളുകളും മേൽശാന്തിയും താടിയും കൊണ്ട് അലങ്കൃതമായിരുന്നു. മാടപ്രാവിന്റെയും കടുവയുടെയും ഗുണവിശേഷങ്ങളുടെ ഒരു ലാഞ്ചന അദ്ദേഹത്തിന്റെ കറുത്ത കണ്ണുകളിൽ തിളങ്ങി. തന്റെ ദൃഢപേശിയായ അരക്കെട്ടിലെ കടുവാത്തോലൊഴിച്ചാൽ മറ്റു വസ്ത്രമൊന്നും അദ്ദേഹം ധരിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ അസാധാരണമായ വ്യാഗ്രത മനഃശേഷിയിൽ മതിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്നേഹിതനും ഞാനും അദ്ദേഹത്തെ വണങ്ങി. കാട്ടിലെ ഏറ്റവും ഉഗ്രപ്രതാപിയായ ബംഗാൾ രാജ എന്ന കടുവകളെ വെറും കൈകൾ കൊണ്ട് എങ്ങനെ അങ്ങേക്ക് അടിയറ പറയിക്കുവാൻ കഴിഞ്ഞുവെന്ന് ദയവായി ഒന്ന് പറഞ്ഞു തരില്ലേ? എൻ്റെ മക്കളെ, കടുവകളെ നേരിടുക എനിക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. ആവശ്യമെങ്കിൽ ഇന്നും എനിക്ക് അത് ചെയ്യുവാൻ കഴിയും. കുട്ടികളെ പോലെ അദ്ദേഹം ചിരിച്ചു. നിങ്ങൾ കടുവകളെ കടുവകളായി കാണുന്നു, ഞാൻ അവയെ ചക്കിപ്പൂച്ചകളായി കാണുന്നു. സ്വാമിജി, കടുവകൾ ചക്കിപ്പൂച്ചകളാണെന്ന് എൻ്റെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് അത് കടുവകളെ വിശ്വസിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും കരബലവും ആവശ്യമാണ്. കടുവ ഒരു വീട്ടുപൂച്ചയാണെന്ന് ഭാവിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് വിജയം പ്രതീക്ഷിക്കാനാവില്ല. ശക്തമായ കരങ്ങളാണ് എൻ്റെ മതിയായ ആയുധം. അദ്ദേഹം ഞങ്ങളെ അങ്കണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഭിത്തിയുടെ അറ്റത്ത് കൈകൊണ്ട് ഒരു ഇടി കൊടുത്തു. ഒരു ഇഷ്ടിക തകർന്നു നിലംപതിച്ചു. പല്ലുപോയ വിടവ് പോലുള്ള ഭിത്തിയിലെ വിള്ളലിലൂടെ ആകാശം അകത്തേക്ക് ഉറ്റുനോക്കി. അത്ഭുതത്താൽ ഞാൻ ആടിപ്പോയി. കുമ്മായം പൂശിയ കനത്ത ഭിത്തിയിൽ നിന്ന് ഒറ്റയടിക്ക് ഇഷ്ടിക തെറിപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കടുവയുടെ വായിലെ പല്ലുകൾ ഇടിച്ചു കൊഴിക്കാൻ തീർച്ചയായും കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. എത്രയോ ആളുകൾക്ക് എൻ്റെ അത്രയും ശാരീരിക ശക്തിയുണ്ട്. പക്ഷേ അവർക്ക് ഇല്ലാത്തത് കൂസാത്ത ആത്മധൈര്യമാണ്. ശാരീരികമായി ശക്തരെങ്കിലും മാനസികമായി അശക്തരായിട്ടുള്ളവർ ഒരു വന്യമൃഗം വനത്തിലൂടെ കുതിച്ചു പായുന്നതു കാണുമ്പോൾ തന്നെ മോഹാലസ്യപ്പെട്ടേക്കാം.
അവയുടെ സ്വന്തം വാസസ്ഥലത്തും സ്വാഭാവികമായ ക്രൗര്യത്തിലും കടുവകൾ കറുപ്പു തീറ്റിയ സർക്കസ് കടുവകളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ്. ബംഗാൾ രാജ എന്ന കടുവകളുടെ ആക്രമണത്തിനു വിധേയരായ അജയ്യ കായബലമുള്ള അസംഖ്യം പുരുഷന്മാർ പേടികൊണ്ട് നിസ്സഹായരായ അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനെ അവന്റെ മനസ്സിൽ പൂച്ചയുടേതുപോലുള്ള പേടിച്ചരണ്ട നിലയിലേക്ക് കടുവ മാറ്റിയിരിക്കുന്നു. ഈ സ്ഥിതി പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഒരുമാതിരി നല്ല ശരീരബലവും അസാമാന്യമായ നിശ്ചയദാർഢ്യവുമുള്ള ഒരാൾക്ക് കടുവയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും അതിന് ഒരു വീട്ടുപൂച്ചയുടെ നിസ്സഹായാവസ്ഥയിലാണ് താനെന്ന ബോധ്യം വരുത്താനും സാധിക്കും. എത്രയോ പ്രാവശ്യം ഞാൻ അതുതന്നെയാണ് ചെയ്തത്. എൻ്റെ മുന്നിലിരുന്ന ശക്തിരാക്ഷസൻ കാട്ടുകടുവയെ വീട്ടുപൂച്ചയാക്കുന്ന മറിമായം കാട്ടാൻ കഴിവുള്ള ദേഹമാണെന്ന് വിശ്വസിക്കുവാൻ ഞാൻ തീർത്തും തയ്യാറായിരുന്നു. ഒരു പ്രബോധനം നടത്താൻ ഒരുക്കമുള്ള മനോഭാവത്തിലായിരുന്നു അദ്ദേഹം എന്നു തോന്നി. ചണ്ടിയും ഞാനും ഭവ്യതയോടെ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു. മനസ്സാണ് ശരീരപേശികളുടെ പ്രയോക്താവ്. ഒരു കൊട്ടുവടി കൊണ്ടുള്ള അടിയുടെ ഊക്ക് അതിൽ പ്രയോഗിക്കുന്ന ഊർജത്തെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരമാകുന്ന ഉപകരണത്താൽ പ്രയുക്തമാക്കുന്ന ശക്തി ആക്രാമകമായ ഇച്ഛാശക്തിയെയും ധൈര്യത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ശരീരത്തെ അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും മനസ്സാണ്. കഴിഞ്ഞ ജന്മങ്ങളിലെ നൈസർഗിക വാസനകളുടെ സമ്മർദ്ദത്താൽ മനുഷ്യന്റെ ബോധത്തിലേക്ക് ശക്തിയോ ദൗർബല്യങ്ങളോ ക്രമേണ അരിച്ചിറങ്ങുന്നു. അവ ശീലങ്ങളായി പുറത്തു വരുന്നു. തുടർന്ന് അവ അഭികാമ്യമോ അല്ലാത്തതോ ആയ ദേഹമായി രൂപം കൊള്ളുന്നു. ബാഹ്യമായ ചാബല്യത്തിന് മാനസികമായ ഒരു ഉറവിടം ഉണ്ട്. ഒരു ദൂഷിത വലയത്തിൽ കുടുങ്ങി സ്വഭാവബദ്ധമായ ശരീരം മനസ്സിനെ പരാജയപ്പെടുത്തുന്നു. വേലക്കാരന്റെ ആജ്ഞകൾ യജമാനൻ സ്വയം അനുസരിക്കാൻ തുടങ്ങിയാൽ വേലക്കാരൻ ഒരു സ്വേച്ഛാധിപതിയായി മാറും. അതുപോലെ ശരീരത്തിന്റെ ആജ്ഞകൾക്ക് വഴങ്ങിയാൽ മനസ്സും അടിമയായിത്തീരുന്നു. തൻ്റെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പ്രൗഢഗംഭീരനായ സ്വാമിജി സമ്മതിച്ചു. എൻ്റെ ആദ്യത്തെ ആഗ്രഹം കടുവകളോട് മല്ലുപിടിക്കുക എന്നതായിരുന്നു. എൻ്റെ ഇച്ഛാശക്തി കരുത്തുറ്റതായിരുന്നു, പക്ഷേ ശരീരം ബലഹീനവും. ആശ്ചര്യത്തിന്റെ ഒരു വ്യാക്ഷേപക ശബ്ദം എന്നിൽ നിന്ന് ഉയർന്നു. ഇന്നത്തെ ഈ അതികായന് എന്നെങ്കിലും ശാരീരിക ദൗർബല്യം ഉണ്ടായിരുന്നു എന്നത് അവിശ്വസനീയമായി തോന്നി. അദമ്യമായ സ്ഥിരോത്സാഹം ആരോഗ്യത്തിന്റെയും കായബലത്തിന്റെയും ചിന്തകളിൽ നിലനിർത്തിയാണ് ഞാൻ എൻ്റെ വൈഷമ്യം തരണം ചെയ്തത്. ബംഗാൾ രാജ കടുവകളെ യഥാർത്ഥത്തിൽ കീഴടക്കിയ അതിശക്തമായ മനോവീര്യത്തെക്കുറിച്ച് അഭിമാനിക്കാൻ എനിക്ക് മതിയായ കാരണമുണ്ട്. അഭിവന്ദ്യനായ സ്വാമിജി, എനിക്ക് എന്നെങ്കിലും കടുവയെ നേരിടാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ സന്ദർഭത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു കടുവകളോട് യുദ്ധം ചെയ്യുക എന്ന വിചിത്രമായ അഭിവാഞ്ച എൻ്റെ മനസ്സിൽ ആദ്യമായും അവസാനമായും കടന്നു വന്നത്. കഴിയും, അദ്ദേഹം പുഞ്ചിരിക്കുകയായിരുന്നു. പക്ഷേ പലതരം കടുവകൾ ഉണ്ട്. ചിലവ മനുഷ്യന്റെ ആഗ്രഹങ്ങളാകുന്ന വനങ്ങളിൽ സ്വൈരവിഹാരം ചെയ്യുന്നു. മൃഗങ്ങളെ ഇടിച്ചു വീഴ്ത്തുന്നത് കൊണ്ട് ആത്മീയമായ പ്രയോജനമൊന്നും കിട്ടാനില്ല. ഉള്ളിലെ ഹിംസമൃഗങ്ങളുടെ മേൽ ജേതാവാകൂ. അങ്ങ് കാട്ടുകടുവകളെ മെരുക്കുന്നതിൽ നിന്നു വന്യവികാരങ്ങളെ മെരുക്കുന്ന ആളായി തീർന്നത് എങ്ങനെയെന്ന് ഞങ്ങളോട് ഒന്ന് പറയാമോ? കടുവാ സ്വാമികൾ മൗനം ഭജിച്ചു. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ വിദൂരത നിഴലിച്ചു. കഴിഞ്ഞ കാല രംഗങ്ങളെ സ്മരണയിലേക്ക് ആനയിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ അപേക്ഷ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ആകട്ടെ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പുഞ്ചിരിച്ചു. എൻ്റെ കീർത്തി ഉച്ചകോടിയിലെത്തിയപ്പോൾ അഹങ്കാരത്തിന്റെ ലഹരി അത് എന്നിൽ വളർത്തി. ഇനി കടുവകളോട് മല്ലിടുക മാത്രമല്ല, അവ ചില വേലകൾ കാട്ടുന്നത് പ്രദർശിപ്പിക്കുകയും കൂടി ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. മെരുങ്ങിയ വീട്ടുമൃഗങ്ങളെ പോലെ പെരുമാറാൻ ദുഷ്ടമൃഗങ്ങളെ നിർബന്ധിതരാക്കുകയായിരുന്നു എൻ്റെ അഭിലാഷം. ഏറെ ആഹ്ലാദം പകർന്ന വിജയത്തോടെ എൻ്റെ സാഹസികമായ അത്ഭുത വിദ്യകൾ പൊതുവേദിയിൽ ഞാൻ കാട്ടാൻ തുടങ്ങി. ഒരു സായാഹ്നത്തിൽ എൻ്റെ അച്ഛൻ ചിന്താകുലനായി എൻ്റെ മുറിയിൽ കടന്നു വന്നു. മകനെ, എനിക്കു നിന്നെ ഒന്ന് ഗുണദോഷിക്കാനുണ്ട്.
കാര്യകാരണങ്ങളുടെ ചക്രം സൃഷ്ടിക്കുന്ന ഭാവി ദുരനുഭവങ്ങളിൽ നിന്ന് നിന്നെ എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. അങ്ങ് ഒരു വിധിവിശ്വാസിയാണോ അച്ഛാ? എൻ്റെ കർമ്മപരിപാടികളുടെ ശക്തമായ ജലധാരയുടെ നിറം കെടുത്താൻ അന്ധവിശ്വാസത്തെ അനുവദിക്കണോ? ഞാൻ വിധിവിശ്വാസിയൊന്നുമല്ല മകനെ. എന്നാൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന തെറ്റിനു തക്ക ശിക്ഷ എന്ന നീതിയുക്തമായ നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വന്യവംശങ്ങൾക്ക് നിന്നോട് കടുത്ത രോഷമുണ്ട്. ഒരു വേള അത് നിനക്ക് ആപത്തായി തീർന്നേക്കാം. അച്ഛാ, അങ്ങ് എന്നെ അമ്പരപ്പിക്കുന്നു. കടുവകൾ എങ്ങനെയുള്ള ജീവികൾ ആണെന്ന് അങ്ങയ്ക്ക് നല്ലവണ്ണം അറിയാമല്ലോ. മനോഹരമായ ആകൃതി, പക്ഷേ ക്രൂരമായ പ്രകൃതി. എൻ്റെ പ്രഹരങ്ങൾ അവയുടെ കട്ടിയായ തലയിലേക്ക് അല്പം വകതിരിവ് അടിച്ചു കയറ്റുകയില്ലെന്ന് ആർക്കറിയാം? വനാന്തരത്തിലെ സമാപന വിദ്യാലയത്തിൽ അവരെ നല്ല നടത്ത പഠിപ്പിക്കുന്ന പ്രഥമ അധ്യാപകനാണ് ഞാൻ. അച്ഛ, കടുവയെ മെരുക്കുന്ന ഒരുവനായിട്ടല്ലാതെ കടുവയെ കൊല്ലുന്ന ഒരുവനായി ദയവ് ചെയ്ത് എന്നെ ഒരിക്കലും കരുതരുത്. എൻ്റെ സൽപ്രവൃത്തികൾ എനിക്ക് എങ്ങനെ ദോഷം ചെയ്യും? എൻ്റെ ജീവിത രീതി മാറ്റണമെന്ന ആജ്ഞയൊന്നും എൻ്റെ മേൽ ചുമത്തരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടത്തിൻ്റെ കഥ ചണ്ടിയും ഞാനും ദത്തശ്രദ്ധരായി കേട്ടു. ഭാരതത്തിൽ ഒരു കുട്ടി തൻ്റെ അച്ഛനമ്മമാരുടെ അഭിലാഷങ്ങളെ ലഘുവാക്കി അനുസരണക്കേട് കാട്ടാറില്ല. കടുവാസ്വാമികൾ തുടർന്നു. എൻ്റെ വിശദീകരണം അങ്ങേയറ്റത്തെ ക്ഷമയോടെ നിശബ്ദനായി അച്ഛൻ ശ്രദ്ധിച്ചു. തുടർന്ന് അദ്ദേഹം വളരെ ഗൗരവത്തോടെ ഒരു വെളിപാടു നടത്തി. മകനെ, ഒരു പുണ്യാത്മാവിൽ നിന്ന് എനിക്ക് ലഭിച്ച ദുസ്സൂചകമായ ഒരു പ്രവചനം വെളിപ്പെടുത്താൻ നീ എന്നെ നിർബന്ധിതനാക്കുന്നു. എൻ്റെ നിത്യവുമുള്ള ധ്യാനത്തിൽ ഞാൻ ഇന്നലെ വരാന്തയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കലെത്തി. സുഹൃത്തെ, നിങ്ങളുടെ അഹങ്കാരിയായ മകനു നൽകാൻ ഒരു സന്ദേശവുമായാണ് ഞാൻ വരുന്നത്. തൻ്റെ ക്രൂരപ്രവർത്തികൾ അവൻ നിർത്തട്ടെ. ഇല്ലെങ്കിൽ കടുവയുമായുള്ള അവൻ്റെ ഏറ്റുമുട്ടൽ അവന് ഗുരുതരമായ മുറിവുകളിലും തുടർന്ന് 6 മാസക്കാലത്തെ മാരകമായ അസുഖത്തിലും കലാശിക്കും. പിന്നീട് അവൻ തൻ്റെ പഴയ രീതികൾ ഉപേക്ഷിക്കുകയും ഒരു സന്യാസിയാവുകയും ചെയ്യും. ഈ കഥ ഞാൻ അത്ര ഗൗരവമായി എടുത്തില്ല. മതിഭ്രമം പിടിച്ച ഒരു മതഭ്രാന്തനെ കണ്ണടച്ചു വിശ്വസിക്കുന്ന അയാളുടെ ഒരു ഇരയായിപ്പോയി അച്ഛൻ എന്നു ഞാൻ കരുതി. ഏതോ അബദ്ധം പിണഞ്ഞാൽ കാട്ടുന്ന ക്ഷമകേടിൻ്റെ ഒരു ആംഗ്യത്തോടെയാണ് കടുവാസ്വാമികൾ ഈ ഏറ്റുപറച്ചിൽ നടത്തിയത്. വളരെ നേരം വല്ലാത്ത മൗനം ദീക്ഷിച്ച അദ്ദേഹം ഞങ്ങളുടെ സാന്നിധ്യം മറന്നതായി തോന്നി. പിന്നീട് കഥയുടെ അപൂർണമായ ഭാഗം തുടർന്നത് അടക്കിയ ശബ്ദത്തോടെ പെട്ടെന്നായിരുന്നു. അച്ഛൻ്റെ താക്കീതിനു ശേഷം അധിക നാൾ കഴിയുന്നതിനു മുമ്പ് കുച്ച് ബീഹാറിൻ്റെ തലസ്ഥാന നഗരി ഞാൻ സന്ദർശിച്ചു. സുന്ദരമായ ആ സ്ഥലം എനിക്ക് പുതുതായിരുന്നു. വിശ്രമപൂർണമായ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചു. എവിടെയും എന്ന പോലെ ജിജ്ഞാസുക്കളായ ഒരു കൂട്ടം ആളുകൾ തെരുവിൽ എൻ്റെ പുറകെ കൂടി. അടക്കിപ്പറഞ്ഞിരുന്ന അവരുടെ വാക്കുകൾ എനിക്ക് കുറേശ്ശെ കേൾക്കാമായിരുന്നു. ഇദ്ദേഹമാണ് കടുവയുമായി മല്ലുപിടിക്കുന്ന ആൾ. ആ കാലുകൾ കണ്ടോ? മരത്തിൻ്റെ തടി പോലുണ്ട്. ആ മുഖത്തു നോക്കൂ. കടുവകളുടെ രാജാവിൻ്റെ തന്നെ ഒരു അവതാരമായിരിക്കണം ഇദ്ദേഹം. തെരുവ് പിള്ളേർ വർത്തമാന പത്രങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പതിപ്പുകളെ പോലെയാണെന്ന് അറിയാമല്ലോ. സ്ത്രീജനങ്ങളുടെ വായാട്ടത്തിൻ്റെ പത്രികകളും എത്ര വേഗത്തിലാണ് വീടുതോറും പരക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നഗരം മുഴുവൻ എൻ്റെ ആഗമനത്താൽ ഇളകി മറിഞ്ഞിരുന്നു. വൈകുന്നേരം വിശ്രമിക്കുമ്പോഴാണ് കുതിരക്കുളമ്പടി കേട്ടത്. എൻ്റെ വീടിനു മുമ്പിൽ അത് നിലച്ചു. തലപ്പാവ് ധരിച്ച നല്ല പൊക്കമുള്ള ഏതാനും പോലീസുകാർ അകത്തേക്കു കയറി വന്നു. ഞാൻ അന്താളിച്ചു പോയി. മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളുടെ സൃഷ്ടികളായ ഇവർക്ക് എന്തുമാകാം, ഞാൻ വിചാരിച്ചു. ഞാൻ ഒന്നുമറിയാത്ത ഏതെങ്കിലും കാര്യത്തിന് എന്നെ ദ്രോഹിക്കാനാണോ ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? പക്ഷേ ഉദ്യോഗസ്ഥന്മാർ പതിവില്ലാത്ത ഭവ്യതയോടെ വണങ്ങി. പ്രഭു, കുച്ച് ബീഹാറിലെ രാജകുമാരനു വേണ്ടി അങ്ങയെ സ്വാഗതം ചെയ്യാനാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. അങ്ങയെ നാളെ രാവിലെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി സ്വീകരിക്കുവാൻ അദ്ദേഹത്തിനു സന്തോഷമുണ്ട്. സംഗതി എന്താണെന്ന് ഞാൻ അല്പനേരം പരിചിന്തനം ചെയ്തു. എൻ്റെ ഒച്ചപ്പാടില്ലാത്ത ഈ സന്ദർശനത്തിന്
ഇങ്ങനെയൊരു തടസ്സം നേരിട്ടതിൽ ഏതോ അജ്ഞാതമായ കാരണത്താൽ എനിക്ക് അതിയായ ഖേദം തോന്നി. എങ്കിലും പോലീസുകാരുടെ ഭവ്യമായ രീതി എന്നെ സ്പർശിച്ചു. ഞാൻ പോകാമെന്ന് ഏറ്റു. അടുത്ത ദിവസം എൻ്റെ പടിവാതിലിൽ നിന്ന് 4 കുതിരകളെ പൂട്ടിയ മനോജ്ഞമായ രഥത്തിൽ അതീവ ബഹുമാനത്തോടെ സ്വീകരിച്ച് ആനയിക്കപ്പെട്ടതിൽ ഞാൻ അമ്പരന്നു പോയി. ശക്തമായ സൂര്യതാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു സേവകൻ വെൺകൊറ്റക്കുട എനിക്കു പിടിച്ചു തന്നു. നഗരത്തിലൂടെയും അതിൻ്റെ വൃക്ഷനിബിഡമായ പ്രാന്തപ്രദേശങ്ങളിലൂടെയുമുള്ള യാത്ര ഞാൻ ആസ്വദിച്ചു. കൊട്ടാരവാതിലിൽ രാജകുമാരൻ തന്നെ എന്നെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ കിന്നരിയിട്ട സിംഹാസനം ഒരു പുഞ്ചിരിയോടെ എനിക്കു നൽകിക്കൊണ്ട് കുറെ കൂടി ലളിതമായി അലങ്കരിച്ച ഒരു കസാലയിൽ അദ്ദേഹം ഉപവിഷ്ടനായി. ഈ അതിഭവ്യതയെല്ലാം എനിക്ക് എന്തോ നഷ്ടമാണുണ്ടാക്കാൻ പോകുന്നത്. വർദ്ധിച്ച അമ്പരപ്പോടെ ഞാൻ കരുതി. ഏതാനും അനൗപചാരിക വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജകുമാരന്റെ ഉദ്ദേശ്യം പുറത്തു വന്നു. നിങ്ങൾക്ക് വെറും കൈയോടെ കാട്ടിലെ കടുവകളെ നേരിടാൻ കഴിയുമെന്ന കിംവദന്തി എൻ്റെ നഗരം മുഴുവൻ പരന്നിരിക്കുകയാണ്. അത് വാസ്തവമാണോ? തികച്ചും വാസ്തവമാണ്. എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. നഗരവാസികളുടെ വെള്ളയരിച്ചോറ് കഴിച്ചു വളർന്നു വലുതായ ഒരു കൽക്കത്തക്കാരൻ ബംഗാളിയാണ് നിങ്ങൾ. ദയവായി തുറന്നു പറയൂ. നട്ടെല്ലില്ലാത്ത കറുപ്പു തീറ്റിയ മൃഗങ്ങളോട് മാത്രമല്ലേ നിങ്ങൾ മല്ലിട്ടിരുന്നത്? അദ്ദേഹം ശബ്ദമുയർത്തി പരിഹാസത്തോടെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ സംഭാഷണം പ്രാദേശിക ചുവ കലർന്നതായിരുന്നു. അവഹേളിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ കൂട്ടാക്കിയില്ല. പുതുതായി പിടിച്ച കടുവ, എൻ്റെ രാജബീഗത്തെ നേരിടാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. വിജയകരമായി അവനെ ചെറുത്തു നിൽക്കാനും ചങ്ങല കൊണ്ട് അവനെ ബന്ധിക്കാനും സ്വബോധത്തോടെ അവന്റെ കൂട്ടിൽ നിന്ന് വെളിയിൽ കടക്കാനും നിങ്ങൾക്കു കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ബംഗാൾ രാജനെ സ്വന്തമാക്കാം. 1000 രൂപയും മറ്റനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അവനെ പോരിൽ നേരിടാൻ നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് നാട് മുഴുവൻ ഞാൻ കൊട്ടിഘോഷിക്കും. അദ്ദേഹത്തിന്റെ ധിക്കാരം നിറഞ്ഞ വാക്കുകൾ വെടിയുണ്ടകളുടെ വർഷം പോലെ എന്നിൽ തറച്ചു. വെല്ലുവിളി സ്വീകരിച്ചതായി ഞാൻ രോഷത്തോടെ തിരിച്ചടിച്ചു. ഉദ്വേഗത്താൽ കസാലയിൽ നിന്ന് പാതി എഴുന്നേറ്റ അദ്ദേഹം ക്രൂരമായ ആഹ്ലാദത്തിന്റെ ഒരു ചിരിയോടെ ഇരിപ്പിടത്തിലേക്ക് താണു. അടച്ച കൂട്ടിലെ വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്ത്യാനികളെ തള്ളിവിടുന്നതിൽ രസിച്ചിരുന്ന റോമാ ചക്രവർത്തിമാരെ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞ് മത്സരം വയ്ക്കും. കടുവയെ മുൻകൂട്ടി കാണാനുള്ള അനുവാദം തരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. കടുവയെ ഞാൻ മയക്കാൻ ശ്രമിക്കുമെന്നോ രഹസ്യമായി അതിനു കറുപ്പ് കൊടുക്കുമെന്നോ അദ്ദേഹം ഭയന്നിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മടങ്ങുമ്പോൾ രാജകീയമായ വെൺകൊറ്റക്കുടയും അലങ്കരിച്ച വാഹനവും ഇല്ലായിരുന്നുവെന്നതു കൊള്ളാമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ കൊട്ടാരം വിട്ടു. വരാൻ പോകുന്ന പരീക്ഷയ്ക്കു വേണ്ടി അടുത്ത ഒരാഴ്ച ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ചിട്ടയോടെ തയ്യാറാക്കി. അതിവിചിത്രമായ കഥകൾ എൻ്റെ ജോലിക്കാരനിലൂടെ എനിക്കു ലഭിച്ചു. എൻ്റെ അച്ഛനോട് സിദ്ധൻ നടത്തിയ ഭീഷണമായ പ്രവചനം എങ്ങനെയോ വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പെരുപ്പിച്ച അക്കഥ പ്രചരിച്ചു കൊണ്ടിരുന്നു. ദൈവശാപമേറ്റ ഏതോ ഒരു ദുർഭൂതം ഒരു കടുവയായി ജനിച്ചിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിൽ പല ആസുര രൂപങ്ങൾ ധരിച്ചു നടക്കുന്നെങ്കിലും പകൽ അത് ഒരു വരയൻ മൃഗമായി കഴിയുന്നുവെന്നും ശുദ്ധഗതിക്കാരായ ധാരാളം ഗ്രാമീണർ വിശ്വസിച്ചു. എന്നെ നാണം കെടുത്താൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈ രാക്ഷസക്കടുവയെയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. മറ്റൊരു ഭാവനാപൂർണമായ കഥ ഇതായിരുന്നു. മൃഗങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കടുവകളുടെ സ്വർഗത്തിൽ നിന്ന് രാജാബീഗത്തിന്റെ രൂപത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. കടുവാ വർഗത്തിനു മുഴുവനും അപമാനകരമായ തന്റേടി ഇരുകാലിയായ എന്നെ ശിക്ഷിക്കുന്നതിന് ഒരു ഉപകരണമാകാൻ പോകുകയാണവൻ. നീണ്ട നഖങ്ങളും ബലിഷ്ഠമായ കൈകാലുകളുമുള്ള കടുവയെ വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടുന്ന രോമവും ദംഷ്ട്രവുമില്ലാത്ത ഒരു മനുഷ്യൻ. അപമാനിതരായ എല്ലാ കടുവകളുടെയും സാന്ദ്രവിരോധ വിഷത്തിന്റെ ശക്തി നിയതിയുടെ ഗുപ്തമായ നിയമങ്ങളെ പ്രവർത്തിപ്പിക്കാനും അഹങ്കാരിയായ വ്യാഘ്രദമനന്റെ പതനം കൈവരുത്താനും തക്ക ശേഷി നേടിക്കഴിഞ്ഞിരുന്നു. ഗ്രാമീണർ കൊട്ടിഘോഷിച്ചു.
മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ സംഘാടകൻ എന്ന നിലയിൽ രാജകുമാരൻ തികച്ചും സന്തുഷ്ടനായിരുന്നുവെന്നും എന്റെ സേവകൻ അറിയിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന, കാറ്റു ചെറുത്തു നിൽക്കുന്ന വിശാലമായ ഒരു പ്രദർശനശാല നിർമ്മിക്കുന്നതിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. അതിന്റെ നടുവിൽ ഭീമാകാരമായ ഒരു ഇരുമ്പുകൂട്ടിൽ രാജബീഗത്തെ നിർത്തിയിരുന്നു. കൂടിനു ചുറ്റും സുരക്ഷയ്ക്കായി ഒരു മുറിയുമുണ്ടായിരുന്നു. തളച്ചിട്ടിരുന്ന അവൻ രക്തം കട്ടിയാക്കുന്ന ഭീഷണ ഗർജനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു. രോഷാകുലമായ വിശപ്പ് വളർത്താൻ വേണ്ടി അവന് അല്പമാത്രമായ ആഹാരമേ നൽകിയിരുന്നുള്ളൂ. പ്രതിഫലമെന്നോണം ഞാൻ അവന്റെ ഭക്ഷണമാകുമെന്ന് രാജകുമാരൻ ഒരു പക്ഷേ പ്രതീക്ഷിച്ചു കാണും. ഈ അപൂർവ മത്സരം ചെണ്ട കൊട്ടി വിളംബരം ചെയ്തപ്പോൾ നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ജനക്കൂട്ടം ആകാംക്ഷയോടെ ടിക്കറ്റുകൾ വാങ്ങി. മത്സരദിനത്തിൽ 100 കണക്കിന് ആളുകൾക്ക് ഇരിപ്പിടം കിട്ടാതെ മടങ്ങേണ്ടി വന്നു. വളരെയധികം പേർ കൂടാരത്തിന്റെ വിള്ളലുകളിലൂടെ കടന്നു കയറുകയോ ഗാലറിയുടെ താഴെ ഇടമുള്ളിടത്തെല്ലാം കൂട്ടം കൂടുകയോ ചെയ്തു. കടുവാസ്വാമികളുടെ കഥ അതിന്റെ പരമകാഷ്ഠയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് രസം കലശലായി. ചണ്ടിയും കഥയിൽ ലയിച്ച് നിശബ്ദനായിരുന്നു. രാജാബീഗത്തിന്റെ ഇടിനാദം പോലുള്ള ഗർജനങ്ങളുടെയും ഏതാണ്ടു പേടിച്ചരണ്ട കാണികളുടെ ആരവത്തിനും മധ്യേ ഞാൻ സാവധാനം ഇറങ്ങി വന്നു. ലെങ്കോട്ടി മാത്രം ധരിച്ചിരുന്ന ഞാൻ വസ്ത്രങ്ങളാൽ എന്റെ ശരീരം പരിരക്ഷിച്ചിരുന്നില്ല. അടച്ചു ഭദ്രമാക്കിയിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് അകത്തു കയറിയ ഞാൻ അക്ഷോഭ്യനായി പിന്നിൽ തഴുതിട്ടു. കടുവ രക്തം മണത്തു. ഇരുമ്പഴികളിൽ ഇടിനാദത്തോടെ അലച്ചു വീണുകൊണ്ട് അവൻ ഉഗ്രമായ ഒരു സ്വാഗതമരുളി. കാണികൾ അനുകമ്പാർദ്രമായ ഭയം കൊണ്ട് മൂകരായി. അരിശം കൊണ്ട് കലി തുള്ളിയിരുന്ന ആ ഭീകരമൃഗത്തിന്റെ മുമ്പിൽ ഞാൻ ദുർബലനായ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കാണപ്പെട്ടു. ഞൊടിക്കുള്ളിൽ ഞാൻ കൂട്ടിൽ കടന്നു. പക്ഷേ കതക് വലിച്ചടയ്ക്കുമ്പോഴേക്കും രാജാബീഗം ഒറ്റക്കുതിക്ക് എന്റെ മേൽ ചാടി വീണു കഴിഞ്ഞു. എന്റെ വലതു കൈപ്പത്തി അപായകരമായ രീതിയിൽ കീറിപ്പറഞ്ഞുപോയി. കടുവകൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായ മനുഷ്യരക്തം പേടിപ്പെടുത്തുന്ന വിധം ധാരധാരയായി ഒഴുകി. സിദ്ധന്റെ പ്രവചനം നിറവേറാൻ പോകുന്നുവെന്ന് തോന്നി. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ കടുത്ത മുറിവിന്റെ ആഘാതത്തിൽ നിന്ന് ഞാൻ തൽക്ഷണം വിമുക്തനായി. എന്റെ രക്തപങ്കിലമായ കൈവിരലുകൾ കാണാതിരിക്കാൻ അവ ലെങ്കോട്ടിക്കുള്ളിൽ തിരുകി വെച്ചുകൊണ്ട് ഇടതുകൈ ആഞ്ഞുവീശി എല്ലൊടിക്കുന്ന ഒരടി അവന് ഞാൻ വച്ചുകൊടുത്തു. അവൻ തല കറങ്ങി പുറകോട്ടു മാറി കൂടിന്റെ പുറകിൽ ചെന്ന് വട്ടം കറങ്ങി പിടച്ചു മുന്നോട്ടു കുതിച്ചു ചാടി. ഞാൻ എൻ്റെ വിഖ്യാതമായ മുഷ്ടിപ്രഹരം അവൻ്റെ തലയിൽ വർഷിച്ചു. ദീർഘകാലം ലഹരി പദാർത്ഥങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു മദ്യപാനിയെ ഉന്മത്തനാക്കുന്ന ആദ്യത്തെ ഒരു കവിൾ വീഞ്ഞു പോലെയായിരുന്നു രാജാബീഗത്തിന് രക്തത്തിന്റെ സ്വാദ്. ആ ക്രൂരമൃഗത്തിന്റെ ആക്രമണങ്ങൾ ചെകിടടപ്പിക്കുന്ന ഇടവിട്ടുള്ള ഗർജനങ്ങളോടെ കൂടുതൽ രോഷം നിറഞ്ഞതായി തീർന്നു. ഒരൊറ്റ കൈ മാത്രം കൊണ്ടുള്ള അപര്യാപ്തമായ എൻ്റെ പ്രതിരോധം പല്ലും നഖവും കൊണ്ടുള്ള ആക്രമണത്തിന് എന്നെ ക്ഷിപ്രവേദ്യനാക്കി. എന്നിട്ടും കണ്ണു കാണാത്ത വിധം ആഘാതമേൽപ്പിക്കുന്ന കടുത്ത ശിക്ഷ ഞാൻ അവന് വിളമ്പി. പരസ്പരം രക്തത്തിൽ കുളിപ്പിച്ച ഞങ്ങൾ മരണത്തിലേക്കെന്ന പോലെ പൊരുതി. എല്ലാ ദിക്കിലേക്കും രക്തം തെറിച്ചു വീണു. കടുവയുടെ കണ്ടത്തിൽ നിന്നുള്ള വേദനയുടെയും കൊലവിളിയുതിർക്കുന്ന മാംസക്കൊതിയുടെയും അലമുറകൾ കൊണ്ട് കടുവാക്കൂട് ഒരു നരകമായി. കടുവയെ വെടിവെക്കൂ, അവനെ വകവരുത്തൂ. കാണികളിൽ നിന്ന് ആക്രോശങ്ങൾ ഉയർന്നു. മനുഷ്യനും മൃഗവും അത്ര വേഗം നീങ്ങിയതുകൊണ്ട് ഒരു പാറാവുകാരന്റെ വെടിയുണ്ട ലക്ഷ്യം തെറ്റിപ്പാഞ്ഞു. ഞാൻ എൻ്റെ ഇച്ഛാശക്തി മുഴുവനും സംഭരിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചതച്ചു കളയുന്ന ആത്യന്തികമായ ഒരു താടനം അവന് വെച്ചുകൊടുത്തു. കടുവ പിടഞ്ഞു വീണ് അനക്കമില്ലാതെ കിടന്നു. ഒരു ചക്കിപ്പൂച്ചയെ പോലെ ഞാൻ ഇടയ്ക്കു കയറി പറഞ്ഞു. എൻ്റെ വാക്കുകൾ ആസ്വദിച്ചുകൊണ്ട് സ്വാമിജി ഹൃദയം തുറന്നു ചിരിച്ചു. എന്നിട്ട് തൻ്റെ പിടിച്ചിരുത്തുന്ന കഥ തുടർന്നു. രാജാബീഗം ഒടുവിൽ പരാജിതനായി. അവൻ്റെ രാജകീയ പ്രൗഢി വീണ്ടും അപമാനിക്കപ്പെട്ടു. എൻ്റെ മുറിഞ്ഞ കൈകൊണ്ട് അവൻ്റെ വായ് ഞാൻ ധീരമായി വലിച്ചു തുറന്നു. നാടകീയമായ ഒരു നിമിഷം എൻ്റെ തല ആ വിടർന്ന മരണക്കിണിയിൽ ഞാൻ വച്ചുകൊടുത്തു. ഒരു ചങ്ങലയ്ക്ക് വേണ്ടി ഞാൻ ചുറ്റും നോക്കി. ഒരു കൂമ്പാരത്തിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുത്ത് അവനെ കഴുത്തിൽ ബന്ധിച്ച്
കൂട്ടിന്റെ കമ്പിയിൽ കെട്ടി. വിജയാഹ്ലാദത്തോടെ ഞാൻ കതകിന്റെ അരികിലേക്കു നീങ്ങി. പക്ഷേ ആ രാക്ഷസാവതാരം രാജാബീഗം അവന്റെ ഉത്ഭവ കഥയ്ക്ക് ചേരുന്ന കരുത്തുകാട്ടി. അവിശ്വസനീയമായ ഒരൊറ്റ കുതി കൊണ്ട് ചങ്ങല പൊട്ടിച്ച് അവൻ എൻ്റെ പുറത്തു ചാടി വീണു. എൻ്റെ തോള് അവൻ്റെ വായിലിരിക്കെ ഞാൻ ആഞ്ഞടിച്ച് താഴെ വീണു. എന്നാൽ അടുത്ത നിമിഷം ഞാൻ അവനെ എൻ്റെ അടിയിലാക്കി നിലത്തു ചേർത്ത് അമർത്തിയൊതുക്കി. എൻ്റെ നിർദ്ദയമായ ഇടികളേറ്റ് ആ ചതിയൻ ജന്തു അർദ്ധബോധാവസ്ഥയിൽ അമർന്നു. ഇപ്രാവശ്യം കുറെ കൂടി ഭദ്രമായി അവനെ ഞാൻ തളച്ചു. സാവധാനം ഞാൻ കൂടുവിട്ടിറങ്ങി. ഒരു പുതിയ ബഹളത്തിന്റെ നടുവിലായി ഞാൻ. ഇപ്രാവശ്യം ആഹ്ലാദത്തിന്റെ, ആൾക്കൂട്ടത്തിന്റെ ആർപ്പുവിളി ഒരൊറ്റ ബൃഹത് കണ്ടത്തിൽ നിന്നെന്ന പോലെ പൊട്ടിപ്പുറപ്പെട്ടു. ശരീരം അപകടകരമായ നിലയിൽ അവിടവിടെ കീറിമുറിഞ്ഞെങ്കിലും മത്സരത്തിലെ 3 വ്യവസ്ഥകളും ഞാൻ പാലിച്ചു. കടുവയെ അസ്ത്രപ്രജ്ഞനാക്കുക, അവനെ ചങ്ങലയിൽ ബന്ധിക്കുക, എന്നിട്ട് പരസഹായം കൂടാതെ അവൻ്റെ അടുത്തുനിന്ന് പോകുക. പോരാതെ എൻ്റെ തലയെന്ന സൗകര്യമായി കിട്ടിയ സമ്മാനം അവൻ്റെ വായിൽ വച്ചുകൊടുത്തിട്ടും അത് അവഗണിക്കുന്നതാണ് ഭേദമെന്നു കരുതത്തക്കവണ്ണം അവനെ ഞാൻ നിലം പരിശാക്കുകയും ഭയവിഹ്വലനാക്കുകയും ചെയ്തു. എൻ്റെ മുറിവുകൾ വച്ചുകെട്ടി ശുശ്രൂഷിച്ച ശേഷം എന്നെ ആദരിക്കുകയും ഹാരാർപ്പണം ചെയ്യുകയും ഉണ്ടായി. ധാരാളം സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ കാൽക്കൽ വർഷിക്കപ്പെട്ടു. പട്ടണം മുഴുവൻ ഒരു ഒഴിവുകാലം ആഘോഷിച്ചു. എക്കാലത്തും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ഭീകരനുമായ കടുവയെ ഞാൻ തോൽപ്പിച്ചതിനെപ്പറ്റി തീരാത്ത ചർച്ചകൾ എങ്ങും കേൾക്കാമായിരുന്നു. വാഗ്ദാനം ചെയ്ത പോലെ രാജാബീഗത്തെ എനിക്കു സമ്മാനമായി ലഭിച്ചു. പക്ഷേ അതിൽ എനിക്ക് ആഹ്ലാദം തോന്നിയില്ല. എൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മീയ പരിവർത്തനം കടന്നുകൂടിയിരുന്നു. കടുവാക്കൂട്ടിൽ നിന്ന് അവസാനം ഇറങ്ങിയതോടെ എൻ്റെ ലൗകിക മോഹങ്ങളുടെയും കഥ ഞാൻ അടച്ചുവെന്ന് എനിക്ക് തോന്നി. ദുഃഖകരമായ ഒരു കാലഘട്ടം പിന്നാലെ എത്തി. രക്തദൂഷ്യം ബാധിച്ച് മരണത്തോട് മല്ലിട്ടുകൊണ്ട് ഞാൻ 6 മാസം കിടപ്പിലായി. കുച്ച്ബിഹാർ വിടാൻ തക്കവണ്ണം സുഖം പ്രാപിച്ചയുടൻ ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങി. എൻ്റെ ഗുരുവാണ് എനിക്ക് വിവേകപൂർണമായ മുന്നറിയിപ്പ് തന്നതെന്ന് ഇപ്പോൾ എനിക്കറിയാം. എൻ്റെ അച്ഛനോട് വിനയാന്വിതനായി ഞാൻ ഇങ്ങനെ ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എൻ്റെ ആഗ്രഹം ആത്മാർത്ഥമായിരുന്നതുകൊണ്ട് ഒരു ദിവസം മുന്നറിയിപ്പ് കൂടാതെ അദ്ദേഹം വന്നെത്തി. കടുവയെ മെരുക്കിയതു മതി, അദ്ദേഹം ശാന്തമായ ഉറപ്പോടെ പറഞ്ഞു. എൻ്റെ കൂടെ വരൂ. മനുഷ്യ മനസ്സിൻ്റെ വനാന്തരങ്ങളിൽ സ്വൈരവിഹാരം ചെയ്യുന്ന അജ്ഞാനത്തിൻ്റെ വന്യമൃഗങ്ങളെ കീഴടക്കാൻ ഞാൻ പഠിപ്പിക്കാം. നിനക്ക് കാണികൾ പുത്തരിയല്ല. യോഗശാസ്ത്രത്തിലെ നിന്റെ നൈപുണിയിൽ ഹർഷപുളകിതരായ ഒരു പറ്റം ദേവദൂതന്മാരാകട്ടെ ഇനി നിന്റെ കാണികൾ. എൻ്റെ അഭിവന്ദ്യ ഗുരു എന്നെ ആത്മീയ പാതയിലേക്ക് നയിച്ചു. ദീർഘകാലം ഉപയോഗമില്ലാതെ തുരുമ്പിച്ച, തള്ളിയാൽ തുറക്കാത്ത എൻ്റെ ആത്മീയ കവാടങ്ങൾ അദ്ദേഹം തുറന്നു. എൻ്റെ ആത്മീയ പരിശീലനത്തിനായി കൈകോർത്തുപിടിച്ച് ഞങ്ങൾ ഹിമാലയത്തിലേക്കു താമസിയാതെ യാത്ര തിരിച്ചു. കാറും കോളും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ രൂപരേഖ തന്നതിൽ കൃതജ്ഞരായ ചണ്ഡിയും ഞാനും സ്വാമിജിയുടെ പാദങ്ങളിൽ കുമ്പിട്ടു. തണുത്ത സ്വീകരണമുറിയിലെ നീണ്ട കാത്തിരിപ്പിന് തക്ക പ്രതിഫലം ലഭിച്ചുവെന്ന് എൻ്റെ സ്നേഹിതനും എനിക്കും തോന്നി.